ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ചൈന ഗ്രാസും ജലറ്റിനും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പുഡിംഗ് മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി നിർബന്ധമല്ല, പക്ഷെ പാൽപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ ചൂടാവുന്ന സമയത്ത് ആ പാൽപ്പൊടിയൊക്കെ അതിലങ്ങ് മിക്സ് ആയിക്കോളും. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായി, പാൽപ്പൊടിയൊക്കെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മറ്റൊരു ബൗളിൽ ഈ ഒരു ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സിലിക്കൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇത് സെറ്റാവും കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ഈ ഒരു മോൾഡിൻ്റെ കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയ ഗ്ലാസിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലൊരു 6 മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിലിക്കൻ്റെ മോൾഡാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ക്രംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിൽ ക്രംസ് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ക്രംസാണിത്. ഇനി ഇത് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രംസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മുടെ റെഡ് വെൽവെറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.